أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لكم دينكم ولي دين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ കാഫിറൂൻ്റെ 7-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിക്കപ്പെട്ടത്. അതിൻ്റെ അർത്ഥം: നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതവും. ഈ ആയത്തിൻ്റെ വിശദീകരണം ഹദ്റത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ്. കഴിഞ്ഞ ഏതാനും ദർസുകളിൽ ദീൻ എന്ന പദത്തിന് പൂർണ്ണ ഹൃദയത്തോടു കൂടിയ അനുസരണം എന്ന അർത്ഥം നൽകിക്കൊണ്ട് വിശദീകരിക്കുകയുണ്ടായി. കൽപ്പനകൾ യുക്തിസഹവും മനുഷ്യന് ഗുണദായകവുമാകുമ്പോൾ അത് അനുസരിക്കുന്നവർക്ക് ഒരു ആനന്ദമുണ്ടാകുന്നു. അതിനുള്ള ഉദാഹരണമായി സക്കാത്തിനെക്കുറിച്ച് കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നു. ഇതേ പ്രകാരം തന്നെ ഇസ്ലാം നോമ്പ് അനുഷ്ഠിക്കുന്നതിനുള്ള കൽപ്പന നൽകിക്കൊണ്ട് പറയുന്നു: യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാമു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. തുടർന്ന് അതിൻ്റെ ഗുണത്തെയും യുക്തിയെയും സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ലഅല്ലക്കും തത്തഖൂൻ എന്നാണ്. തത്തഖൂൻ എന്ന പദം വിശുദ്ധ ഖുർആനിൽ 3 അർത്ഥങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. 1, ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടുന്നതിന്. 2, തിന്മകളിൽ നിന്നും മോചനം നേടുന്നതിന്. 3, ഉന്നതമായ ആത്മീയ തലങ്ങൾ, ആത്മീയ പദവികൾ കരസ്ഥമാക്കുന്നതിന്. അതായത് നോമ്പ് നോൽക്കുന്നത് കൊണ്ടുള്ള 1-ാമത്തെ ഗുണം അല്ലെങ്കിൽ നോമ്പിൻ്റെ യുക്തി എന്നത് മനുഷ്യന് നോമ്പിലൂടെ ദുഃഖമകറ്റാൻ സാധിക്കുന്നു എന്നതാണ്. പ്രത്യക്ഷത്തിൽ അവൻ വിശപ്പ് സഹിച്ചുകൊണ്ട് പ്രയാസത്തിലാണ് എന്ന് കാണാം. എന്നാൽ നോമ്പിലൂടെ ഒരുവന് 2 പാഠങ്ങൾ ലഭിക്കുന്നു. 1, ധനികരായ മുഴുവൻ വർഷവും നല്ല ആഹാരങ്ങൾ കഴിക്കുന്ന ആളുകൾക്ക് വിശപ്പിൻ്റെ പ്രയാസമെന്ത് എന്ന് അറിയുന്നതിനും, ദരിദ്രരായ തൻ്റെ സഹോദരനോട് ഉള്ളിൽ അനുകമ്പ ജനിക്കുകയും ചെയ്യും. ഇതിലൂടെ സമൂഹത്തിൻ്റെ വളർച്ചയും ഉണ്ടാകുന്നു. ആ സമൂഹം പലതരത്തിലുള്ള അധഃപതനങ്ങളിൽ നിന്നും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു സമൂഹത്തിൻ്റെ രക്ഷ അതിലെ ഓരോ വ്യക്തിയുടെയും രക്ഷയാണല്ലോ. ഈ കൽപ്പന നൽകുന്ന 2-ാമത്തെ പാഠം ഒരിക്കലും അശ്രദ്ധയോ അലസതയോ ഉണ്ടാകരുതെന്നതാണ്. മറിച്ച് എല്ലായ്പ്പോഴും പ്രയാസങ്ങളെ സഹിക്കുവാൻ ഉള്ള കരുത്ത് നോമ്പിലൂടെ ലഭിക്കുന്നു. ഈ കൽപ്പനയെ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവർ ഒരിക്കലും ധൂർത്തിലും അശ്രദ്ധയിലും പെട്ട് നശിപ്പിക്കപ്പെടുകയില്ല. നോമ്പുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന 2-ാമത്തെ ഗുണം അവൻ തിന്മയിൽ നിന്നും രക്ഷപ്പെടുന്നു എന്നതാണ്. വാസ്തവത്തിൽ എന്താണ് തിന്മ? ഭൗതിക ആനന്ദാനുഭൂതികൾക്ക് വഴിപ്പെടുന്നതിൻ്റെ പേരാണ് തിന്മ. ഒരു കാര്യം നാം ശീലമാക്കി കഴിഞ്ഞാൽ അതിൽ നിന്നും മോചനം ലഭിക്കുക അത്ര എളുപ്പമല്ല. എന്നാൽ തൻ്റെ മനക്കരുത്തുകൊണ്ട് അതിനെ മറികടക്കാൻ സാധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹേച്ഛകൾക്ക് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. അള്ളാഹുവിനു വേണ്ടി തൻ്റെ ഭൗതിക ആനന്ദാനുഭൂതികളെ ഒഴിവാക്കുകയും 1 മാസം തുടർച്ചയായി തൻ്റെ ആത്മാവിനെ ഇത്തരത്തിൽ നിയന്ത്രണത്തിലാക്കുന്നതിന് പരിശീലിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഫലമായി പ്രലോഭനങ്ങളിൽ നിന്നും അയാൾ രക്ഷപ്പെടുന്നു. ഇതുകൂടാതെ ഒരു നോമ്പുകാരൻ നിരന്തരമായി ഇബാദത്തുകളിൽ സമയം ചെലവഴിക്കുന്നതിനാൽ അള്ളാഹുവുമായി അയാൾ അടുക്കുകയും അയാളുടെ ആത്മാവിന് ശക്തി നൽകപ്പെടുകയും തിന്മകളിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യും. നോമ്പിൻ്റെ യുക്തിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഒരിടത്ത് പറയുന്നു: ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും വലഅല്ലക്കും തഷ്കുറൂൻ. അതായത് നിങ്ങളെ നേർമാർഗത്തിൽ ആക്കിയതിന്, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്നതിനും അവനോട് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നതിനും ആണ് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. ദിവസം മുഴുവൻ ആഹാരപാനീയങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ
അള്ളാഹുവിനെ കൂടുതൽ കൂടുതൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള സമയം ലഭിക്കുന്നു. കൂടാതെ വിശപ്പ് സഹിക്കുമ്പോൾ വർഷം മുഴുവൻ നമ്മെ ഈ പ്രയാസത്തിൽ നിന്നും രക്ഷിക്കുന്നവനായ അള്ളാഹുവിനോട് നാം നന്ദിയുള്ളവരായിത്തീരുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് ഹജ്ജ്. അള്ളാഹുവിനു വേണ്ടി സ്വദേശം വിട്ട് സ്വന്തക്കാരെയും മക്കളെയും കുടുംബത്തെയും എല്ലാം ഉപേക്ഷിച്ച് യാത്ര നടത്തുമ്പോൾ അതിൽ ഒരുപാട് പ്രയാസങ്ങൾ നാം സഹിക്കാൻ തയ്യാറാകുന്നു. കൂടാതെ ഹജ്ജിലൂടെ ആഗോള സാഹോദര്യം ശക്തിപ്പെടുകയും ചെയ്യുന്നു. ഹജ്ജ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അള്ളാഹുവിനു വേണ്ടി ത്യാഗം വരിക്കാൻ തയ്യാറാകുന്ന ആളുകളെ അവൻ എല്ലായ്പ്പോഴും രക്ഷിക്കും എന്നതാണ്. അവർക്ക് അവൻ അന്തസ്സും ബഹുമാനവും നൽകുകയും ചെയ്യുന്നു. ഹജ്ജിന് പോകുന്നവർക്ക് അള്ളാഹുവിൻ്റെ പ്രതാപവും അവൻ്റെ അസ്തിത്വത്തിൽ ദൃഢവിശ്വാസവും വർദ്ധിക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിക ഇബാദത്തുകൾക്കുള്ള കൽപ്പന നൽകുന്നതോടൊപ്പം അവകളുടെ യുക്തിയെ സംബന്ധിച്ചും അള്ളാഹു വിവരിച്ചിട്ടുണ്ട്. ഇസ്ലാമിലെ ഒരു ആരാധനാകർമ്മവും അള്ളാഹുവിൻ്റെ ആധിപത്യം അംഗീകരിപ്പിക്കുന്നതിനായിട്ട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. മറിച്ച് മനുഷ്യന് ഗുണകരമായ ഒന്നായിട്ടാണ് അള്ളാഹു ആരാധനാകർമ്മങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ആരാധനകൾ നിർവഹിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഒരു ആനന്ദം ജനിക്കുന്നു. വിശുദ്ധ ഖുർആൻ അല്ലാത്ത മറ്റ് ദൈവിക ഗ്രന്ഥങ്ങളെല്ലാം ശരീഅത്ത് ഒരു ഭാരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.